ഇന്ത്യയുടെ കഴിഞ്ഞ 2 മത്സരങ്ങൾ വെച്ച് നോക്കുമ്പോഴും പാകിസ്ഥാന്റെ മത്സരങ്ങൾ വെച്ച് നോക്കുമ്പോഴും പാകിസ്ഥാനാണ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യുന്നത്. അതെ, അത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒരു ഏതെങ്കിലും തരത്തിലൊരു തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. പാകിസ്ഥാന്റെ കഴിഞ്ഞ മത്സരം നമ്മൾ കണ്ട മത്സരമാണ് അത്. കഴിഞ്ഞ മത്സരം ഈ അഭിഷേക് ഔട്ടായ സമയത്ത് ഇവർ മത്സരത്തിലേക്ക് കൃത്യമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. സഞ്ജു സാംസൺ സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കണ്ടു, തിലക് വർമ്മ തുടക്കത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടു. അപ്പം മാത്രമല്ല ഷൈൻ ഷാ അഫ്രീദി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ 2021 വേൾഡ് കപ്പിൽ വിരാട് കോഹ്ലിയെയും KL രാഹുലിനെയും രോഹിത് ശർമ്മയൊക്കെ ഔട്ടാക്കി. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാർഡം വലിയ രീതിയിൽ ശ്ലാഘിക്കപ്പെട്ടത്. അപ്പോൾ ഷൈൻ ഷാ അഫ്രീദി ഈ ടൂർണമെൻറ്റിലെ ഇതിന് മുമ്പത്തെ മത്സരങ്ങളിലൊന്നും ബോളിങ്ങിൽ വലിയ ഫോം ഉണ്ടായിരുന്നില്ല. പുള്ളി ബാറ്റിങ്ങിലായിരുന്നു. അതായത് നേരെ തിരിഞ്ഞിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. ബാറ്റിങ്ങിൽ ഒരുപാട് വാലറ്റത്ത് കഴിഞ്ഞ മത്സരത്തിൽ 2 സിക്സ് അടിച്ചു. തീർച്ചയായിട്ടും വാലറ്റത്ത് ഇറങ്ങി സിക്സറുകൾ നേടുന്നു, ടീമിന് നിർണായകമായ ഒരു സ്കോറിലേക്ക് എത്തിക്കുന്നു. ആ ഒരു ലൈനിൽ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ തന്നെ, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണോ അതാണോ അദ്ദേഹത്തിൽ നിക്ഷിപ്തമായ ലക്ഷ്യം എന്നുള്ള രീതിയിലാണ് നമ്മൾ സംശയിച്ചിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ മത്സരങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹം ബോളിങ്ങിൽ കഴിഞ്ഞ 3 വിക്കറ്റ് നേടുന്നു, 2 കളിയിലും മാൻ ഓഫ് ദി മാച്ച് നേടുന്നു. അപ്പോൾ തിരിച്ചു വന്നു എന്നുള്ള ലൈനിൽ നോക്കും. പിന്നെ ഹാരിസ് റൌഫ് ഇപ്പം 140ക്ക് മുകളിൽ സ്ഥിരമായിട്ട് എറിയുന്നു. മാത്രമല്ല അദ്ദേഹം പരിക്കുണ്ടെങ്കിൽ പോലും അതൊക്കെ വിട്ടിട്ട് ഞാൻ ജയിക്കണം, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളിലൊരു വർദ്ധിത വീര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ എന്തുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടങ്ങൾ ആവശ്യകരമാകുന്നു എന്നുള്ളതിന് പഴയ എത്രയോ ഇൻസിഡൻസ് നമുക്ക് മുന്നിലുണ്ട്. ഇപ്പം ഷൈൻ ഷാ അഫ്രീദിയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്. ഇവർക്ക് അതിന് മുന്നേ ഉണ്ടായിരുന്ന സൂപ്പർ താരം എന്ന് പറയുന്നത് ഷോയബ് അക്തറാണല്ലോ. ഷോയബ് അക്തർ എങ്ങനെയാണ് സൂപ്പർ താരമായത്? ഷോയബ് അക്തർ സൂപ്പർ താരമാക്കിയത് സച്ചിൻ ടെണ്ടുൽക്കറാണ്. കാരണം ചെന്നൈ കൊൽക്കത്ത ടെസ്റ്റിൽ സച്ചിൻ്റെ കരിയറിൽ ആദ്യമായി, എത്രയോ വർഷം നീളുന്ന കരിയറിൽ ആദ്യമായി ഗോൾഡൻ ടക്കാവുന്ന ആയി മാറുന്ന, അതായത് നേരിട്ട് ആദ്യ പന്തിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ ബൗൾഡായി പുറത്താകുന്നു. അതാണ് സാധ്യമായത്. ദ്രാവിഡിനെ സച്ചിനെ പുറത്തു. ആ ഇൻസിഡൻറ്റിനെ പറ്റിയിട്ട് ഷോയബ് അക്തർ പറഞ്ഞൊരു ഭയങ്കര രസകരമായിട്ടുള്ള അനുഭവമുണ്ട്. അതായത് ആ മത്സരത്തിൽ ദ്രാവിഡ് മടങ്ങുമ്പോൾ സച്ചിൻ വരികയാണ്, കളത്തിലേക്ക് വരികയാണ്. സച്ചിൻ ഏറെ സമയം എടുക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം പുള്ളി വളരെ സാവധാനത്തിലാണ് വരുന്നു, അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള സമയമെടുക്കുന്നു, ഗാർഡ് എടുക്കുന്നു, തയ്യാറാകുന്നു, കാത്തു നിന്ന് ഇയാൾ തിരിഞ്ഞ് നടക്കുന്നു, ബൗൾ ചെയ്യാൻ പോകുന്നു. ഇതിനിടയിൽ ഒരു സംഭാഷണം നടക്കുന്നുണ്ട് സക്ലൈൻ മുഷ്താഖുമായിട്ട്. ആരാകും സച്ചിൻ്റെ വിക്കറ്റ് എടുക്കുക എന്നുള്ളത് ചൊല്ലി. ഞാനെടുക്കുമെന്ന് സക്ലൈൻ മുഷ്താഖ് പറയുന്നു, ഇല്ല ഞാനെടുക്കുമെന്ന് ഷോയബ് അക്തർ പറയുന്നു. അപ്പോൾ ഇതിനിടയിൽ ഈ ആരവം കാരണം കേൾക്കാൻ പറ്റുന്നില്ല. എന്താ കമ്മ്യൂണിക്കേഷൻ, ക്യാപ്റ്റൻ പറയുന്നതും ആ താരങ്ങൾ പറയുന്നതും കേൾക്കാൻ പറ്റുന്നില്ല. അവസാനം വസീം അക്രം പറഞ്ഞ് ആംഗ്യത്തിലൂടെ കാണിക്കാൻ പോകുമ്പം ഷോയബ് അക്തർ പറയുന്നുണ്ട്, ഇത് നിങ്ങൾ ആംഗ്യത്തിലൂടെ പറയേണ്ട, ഇത് കാര്യം മനസ്സിലാവും. വസീം അക്രം ആവശ്യപ്പെട്ടൊരു കാര്യം സ്റ്റമ്പിലേക്ക് റിവേഴ്സിങ് എറിയുക എന്നുള്ളതാണ്. സ്റ്റമ്പിൽ കൊള്ളണം, റിവേഴ്സ് ചെയ്യുന്ന പന്ത് സ്റ്റമ്പിൽ കൊള്ളുന്ന രീതിയിലേക്ക് എറിയുക എന്നുള്ളത് മാത്രമാണ്. അത് മാത്രമാണ് അയാൾ സാധ്യമാക്കിയതും. അങ്ങനെയാണ് ആ ബോളോട് കൂടിയാണ് സത്യത്തിൽ അതിനു മുമ്പ് 2 മത്സരങ്ങളിൽ സച്ചിൻ ടെണ്ടുൽക്കർ സെഞ്ചുറി അടിച്ച് വന്ന മത്സരമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പന്തിലാണ് അങ്ങനെ ഒരു സൂപ്പർ താരം പിറക്കുന്നത്. അതിനുശേഷം ഏതാണ്ട് വസീം അക്രം, വഖാർ യൂനിസ്, ഷോയബ് അക്തറിനൊക്കെ ശേഷം ഇതിനിടയ്ക്ക് മുഹമ്മദ് ആബർ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഈ സൂപ്പർ ലെവലിലേക്ക് എത്തില്ല. അതിനുശേഷം പാകിസ്ഥാൻ സൃഷ്ടിച്ചിട്ടുള്ള സൂപ്പർ താരമായിട്ടുള്ള ഫാസ്റ്റ് ബൗളറാണ് ഷൈൻ ഷാ അഫ്രീദി. ചിലപ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിന് വാശി കൂടുതൽ നിറയ്ക്കുകയാണെങ്കിൽ ഈ ഏഷ്യ കപ്പോടുകൂടി അദ്ദേഹം ഒരു സൂപ്പർ താരമായി വീണ്ടും മാറാനുള്ള സാധ്യത അവിടെ നിൽക്കുന്നുണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ അത്രയും പറഞ്ഞത്. അഭിഷേക് ഫോമായ ഫീൽഡ് ഔട്ട് ആയ താരം വീണ്ടും ഫീൽഡ് ഔട്ട് ആവും അല്ലേ?